ഒരു ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട പെൺകുട്ടികൾ ഏതാണ്ട് അവർ എന്നെ ഹോട്ടലിൽ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ചൈനയിലെ കൂറ ട്രെയിൻ കാണിച്ചില്ല എന്ന് പറയരുത്. ഇവിടെ ചൈനയിലെ കൂറ ട്രെയിൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. പുകവലിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും പുകവലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് പേര് ഇവിടെ ഇരിപ്പുണ്ട്, അവിടെയും എന്താ അതിൻ്റെ അകത്തൊക്കെ കുറച്ച് പേര് ഒളിച്ചിരിപ്പുണ്ടല്ലോ. 17 വയസ്സേ ഉള്ളൂ, ഇവന് 18 വയസ്സും. ഹലോ ഫ്രണ്ട്സ്, ചെക്കിനൊമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കുംനിങ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വാഗതം പറയുകയാണ്. ഇന്ന് ഞാനൊരു യാത്ര നടത്താൻ വേണ്ടി പോവാണ്. കുംനിങ്ങിൽ നിന്ന് വേർ ആർ വി ഗോയിങ്? ചോങ്ചിങ്ങിലോട്ട് നമ്മൾ ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്ത് പോവാണ്. ഏകദേശം 12 മണിക്കൂർ വരുന്ന ജേണിയാണ്. 12 മണിക്കൂർ വരുന്ന ജേണി എന്ന് പറയുമ്പോൾ ആക്ച്വലി ചീപ്പായിട്ട് പോകാൻ വേണ്ടി നമ്മൾ പോകുന്നതാണ്. $17 12 മണിക്കൂറുള്ള ട്രെയിനിന് ഇരുന്ന് പോകാനായിട്ട്. അതേ സമയം ഹൈ സ്പീഡ് ട്രെയിൻ ആകെ 3 മണിക്കൂറേ ഉള്ളൂ. ചൈനയിൽ ഹൈ സ്പീഡ് ട്രെയിനൊക്കെ ധാരാളം ഉണ്ട്, അതുകൊണ്ട് ചൈനയിലെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഭയങ്കര സ്പീഡാണ്. ബട്ട് നമ്മൾ പൈസ കുറയ്ക്കാൻ വേണ്ടി മാത്രം ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് $17 കൊടുത്ത് പോവാണ്. $17 എന്ന് പറയുമ്പം ഒരു 1500 രൂപ എന്തായാലും $17 വരും. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിക്കട്ടെ. You wanna say something? എൻ്റെ അമ്മോ, ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ പുറം ഭാഗം. രാത്രിയായിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഉള്ളിലോട്ട് കയറട്ടെ. 6点我应该确实也带不了的美女。谢谢，好不好？没事。你们多久来取啊？No, okay, thank you. 过去站着。谢谢哈。നമ്മൾ ആക്ച്വലി കത്തി പറ്റില്ല, കത്തിക്ക് സൈസ് ഉണ്ട്. മാത്രമല്ല നമ്മൾ ലോക്കുള്ളതുകൊണ്ട് പറ്റില്ല, ലോക്കുള്ള കത്തിയൊന്നും പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്രസ്സിൽ അയച്ചു തരാമെന്ന് പറഞ്ഞു, ആവശ്യമുള്ള അഡ്രസ്സിൽ അയച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അഡ്രസ്സ് നമ്മുടെ കയ്യിൽ വേറെ ഇല്ല. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ എത്ര ദിവസം വേണമെങ്കിൽ വെച്ചിരിക്കാം, ആരെങ്കിലും വന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഇത് എടുത്തു. എന്നിട്ട് ഫോട്ടോയും ഒരു റെസിപ്റ്റും വെച്ച് അത് എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ട് ഏതെങ്കിലും ഫ്രണ്ട് വന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർ എവിടെ വേണോ നമുക്ക് അയക്കാനുള്ളതോ അവിടെ വേണമെങ്കിൽ അയച്ചു തരും. നമ്മുടെ പാസ്പോർട്ട് അടിക്കുമ്പോൾ തന്നെ അവിടെ ടിക്കറ്റ് വരും. അപ്പോൾ അവർ നമ്മളെ കടത്തി വിടും. ഇവിടെ ആരോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ സമയം പോവും. ഈ കാണുന്നതാണ് നമ്മുടെ എൻട്രി ഭാഗം. ഇതിലേക്കൂടെ നമുക്ക് എലവേറ്ററിൽ കൂടെ നമുക്ക് പോവാം. ഇവിടെ ബിസിനസ് ക്ലാസ് ലോഞ്ച് ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. ചെക്കിൻ നമുക്ക് മുകളിലോട്ടാണ് പോകേണ്ടത്. നമ്മൾ വെയിറ്റിംഗ് ഹാളിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്ത് തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റുകളും ബാക്കി എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. നല്ല വലിയ സ്റ്റേഷനാണ്. ഞാൻ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ കണ്ട് പരിചയമുണ്ട്. ഈ കാണുന്നതാണ് നമ്മൾ ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത്. ഇവിടെ ഇരിക്കാനുള്ള ഓരോ സംഭവങ്ങളുണ്ട്. പിന്നെ ഓരോ ഗേറ്റുകളായിട്ട് അവിടെ ഒരു ഗേറ്റുണ്ട്, 3A ഗേറ്റ്. ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഇരിക്കാനുള്ള ഇടങ്ങളും പിന്നെ അതുപോലെ നമുക്ക് കയറി പോകാനുള്ള ഗേറ്റുകളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആളുകളൊക്കെ നമ്മളെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കുവാണ് നമ്മളെല്ലാവരെയും. നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 5A കുറേ പേര് ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുന്നു. നല്ല തിരക്കുണ്ട്. ട്രെയിൻ ഓൾമോസ്റ്റ് ഫുള്ളും ആണ്. എൻ്റെ അമ്മോ, ഇവിടെ നമുക്ക് മസാജ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട്. ഈ കാണുന്നത് മസാജ് ചെയ്യാനും ഇങ്ങനെയൊക്കെ ഉള്ള സീറ്റാണ്. ഇവിടെ കണ്ടോ മസാജിൻ്റെ സംഭവം എന്തൊക്കെയാണ് ഇവിടെ. അങ്ങനത്തെ സീറ്റുണ്ട്. എൻ്റെ അത്രയ്ക്ക് ക്യൂ ആണ് ഇവിടെ. കയറാനുള്ള ക്യൂവിൽ നിൽക്കുവാണ്, ഭയങ്കര ക്യൂ. ഇവിടെ നമുക്ക് ബയോമെട്രിക്സ് ആയിട്ട് പോവാം. ഇവിടെ പാസ്പോർട്ട് കൊടുത്തിട്ട് മാനുവലായിട്ട് പോകണം. നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ വേണ്ടി ഇവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിന്. നല്ല കുറേ ബോഗികളുള്ള ട്രെയിനാണ്. എൻ്റെ ബോഗി 15-ാം നമ്പറാണ്. ഇതാ കാണുന്ന കാരേജ്. ഇവിടെ കുറെ വെയിറ്റിംഗ് ലിസ്റ്റ് ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്. ഹലോ, നീ ഹാവ്
ചായ കുടിച്ചോണ്ടിരിക്കുകയാണോ അതിൻ്റെ അകത്തുനിന്ന്? നീ ഹാവ്. ഇവിടെ കുറെ വെയിറ്റ് ലിസ്റ്റ് ഉണ്ട്. ഇത് ഭയങ്കര ദൂരം പോകുന്ന ട്രെയിനാണ്. നമുക്ക് സീറ്റ് കിട്ടോ അതോ നമ്മുടെ സീറ്റിൽ ആളുകൾ കയറി ഇരിക്കോ? തലയിൽ പൂവൊക്കെ വെച്ച് അടിപൊളി കേട്ടോ യുവതികള്. 84, 85 നമ്മുടെ സീറ്റ്. അവിടെ 85 ഉണ്ട്. 85. പിന്നെ ഇവിടെ 84 എവിടെ പോയി? 80. നമുക്ക് ഭാഗ്യത്തിന് 84 ഇവിടെ വിൻഡോ സീറ്റ് കിട്ടി. എക്കാസൂര് എനിക്ക് അപ്പുറത്ത് വിൻഡോ സീറ്റ് കിട്ടി. നമ്മളെന്തായാലും അവരുടെ അടുത്ത് ചോദിച്ചിട്ട് നമ്മളിങ്ങനെ 2 സീറ്റിലായിട്ട് ഇവിടെ ഇരിക്കും. ഇവിടെ ട്രെയിനിൻ്റെ അടുത്ത് ഇതുപോലുള്ള ലൈന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇത് സംഭവം എന്ന് പറയുമ്പോൾ ഇതുപോലെ ലോക്ക് ചെയ്ത് ഇടാനാണ്. ഇതാ ഫെൻസിങ് പോലുള്ള ഒരു സംഭവമാണ്. ഇവിടെ നമുക്ക് ഫെൻസിങ് പോലെ അതാണ്ട് ഇങ്ങനെ ആളുകൾ പോവാതിരിക്കാൻ വേണ്ടി ആക്കിയിടാം. ഇത് നമുക്ക് പൊക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം. എന്താ അവിടെ നമുക്ക് ലൈൻ കമ്പി പോലെ നീട്ടി കിടക്കുന്നത് പൊക്കി വെക്കാനാണ്. അപ്പോൾ ആൾക്കാർ പോവില്ല. ആവശ്യമുള്ളപ്പോൾ ഇവർ തുറക്കും, എന്നിട്ട് മാത്രം പോവാം. പിന്നെ ഇവിടെ സ്ക്രീനിൽ അവർ എഴുതി കാണിക്കാം നമ്മൾ എങ്ങോട്ട് പോകുന്നത്, ആ സംഭവങ്ങളൊക്കെ എഴുതി കാണിക്കുന്നതാണ്. ആളുകളെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഹലോ. What? Where are you from? Indo. Indo. India. Yeah. Yeah. You speak English? Yes. A little. You speak Chinese? A little. Indian എന്ന് പറഞ്ഞാൽ അത് എലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഹിന്ദു അല്ലേ? ലുഷിൻ്റെ നീ Sichuan province. Sichuan province. Okay. This is Yunnan province. What Italy? You travel? Yeah, Italy. Travel where? Guangzhou. What's the place? Guangzhou. Yeah, Guangzhou. Guangzhou. Guangzou. Yeah. It's a very good city. Okay. You speak good English. Okay. Are you guys studying? Yes. Student, where are you studying? I graduated. Oh, okay, nice. Okay. Nice to meet you. Nice to meet you. How we say nice to meet you in Chinese? 很高兴见到你。很高兴见到你。啊，就是 nice to meet you。很高兴见到你。很高兴见到你。很高兴见到你。很高兴见到你。见到你。见到你。见到你。Nice to meet you。 Okay, 谢谢。സിഗരറ്റ് വലിച്ചു വയ്ക്കുന്നതുകൊണ്ട് അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല, കുറച്ച് മാറി നിൽക്കാം. നല്ല എല്ലാവരും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ചൈനയിലെ ആളുകൾ വളരെ ഫ്രണ്ട്ലിയാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ആഫ്രിക്കൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പോയായിരുന്നു, ഒരു സുഡാനി ഗേളിൻ്റെ അടുത്ത് പോയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം. അതിലും അവരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ചൈന ഭയങ്കര സേഫാണ്, സെക്യൂറാണ്, ഫുൾ പീസ്ഫുള്ളാണ് ചൈന ആക്ച്വലി. അതുകൊണ്ട് എല്ലാം സേഫാണ്, നമുക്ക് നല്ലതുപോലെ ജീവിക്കാം. നമ്മൾ വേറെ ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി. എല്ലായിടത്തും ക്യാമറാസ്, ഹൈ സെക്യൂരിറ്റിയാണ്, ബെസ്റ്റ് ലൈഫാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ബട്ട് ചില ആളുകൾക്ക് അങ്ങനെയല്ലായിരിക്കും, അത് വേറെ കാര്യം. ഇവിടെ ഒരാൾ ചക്കയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ചക്ക ഇവിടെ മുറിച്ച് ചക്കയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ചക്ക വേറെ എന്തോ സാധനങ്ങള്. ട്രെയിന് ഫുള്ള് നിറഞ്ഞിരിക്കുവാണ്, എല്ലായിടത്തും ആളുകളാണ്. പാവം കേട്ടോ, കുറെ ആളുകൾക്ക് സീറ്റൊന്നുമില്ല. ഒരു പ്രാവശ്യം ഞാൻ ചൈനയിൽ ഇതുപോലെ വെയിറ്റ് ലിസ്റ്റ് ഇരുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിന്ന് തന്നെ പോകണം. ഇവിടെ കുറെ പേര് പുകവലിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും പുകവലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് പേര് ഇവിടെ ഇരിപ്പുണ്ട്. അവിടെയും എന്താ അതിൻ്റെ അകത്തൊക്കെ കുറച്ച് പേര് ഒളിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഹായ്. 你好。你好。你要去哪里？去一个你不知道的地方。出境。ഓക്കെ നൈസ്. ഇവർക്ക് ആർക്കും ടിക്കറ്റ് ഇല്ല, എനിക്ക് ടിക്കറ്റിലുള്ള സന്തോഷമുണ്ട്. ശേഷേ玩得开心。玩得开心。玩得开心。你是否有抖音账号？抖音。Not Chinese. English. Have a good trip. Oh, thank you. 谢谢. ഞാൻ എൻ്റെ സീറ്റിലോട്ട് പോട്ടെ. Unfortunately, what happened? It's hard to turn the seat because they are together and it's hard to, Oh. I'll go there.
stay here. Oh, he's this ship? They are together, so if they move to there, we'll just നമുക്ക് ഇനി മാറിയിരിക്കേണ്ടി വരും തോന്നുന്നു. And I already asked them, but they are also together, so it's not working. And they're also going Chongqing, so it's... They are going Chongqing. ഇവിടെ കുറെ പേര് ട്രെയിനിൽ നിന്ന് പോക്കർ ഒക്കെ കളിച്ചു തുടങ്ങുവാണതോ. കുറെ പേര് ഇതുപോലെ സീറ്റൊന്നും ഇല്ലാതെ കുറെ പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. കുറെ പേര് ഓൾറെഡി ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി. അവര് നമ്മളവിടെ ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ കുറിച്ച്. നമ്മുടെ ട്രെയിന് അവസാനം എടുത്തിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് തന്നെയാണ് എടുത്തത്. കറക്റ്റ് സമയത്തിന് എടുത്ത് കുറേ ആളുകൾ ഇപ്പോഴും നിൽപ്പുണ്ട്. കുറേ ആളുകൾ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ നിന്ന് എന്താ പറയുക നമ്മളുടെ അടുത്ത് സംസാരിക്കാനൊക്കെ വിതുമ്പുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഭക്ഷണം കഴിക്കണം. വേർ ഈസ് ഫുഡ് ഒക്കെ ഇവിടെ ഭക്ഷണം കിടക്കുവാണ്. ഇവിടെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട നമ്മുടെ സുഡാനി ഒമാനിക്കാരൻ നമുക്ക് ടീയും തന്നു. കുറച്ച് മീറ്റൊക്കെ വാങ്ങിച്ച് നമുക്ക് പാഴ്സലായിട്ട് തന്നു. പിന്നെ അത് മാത്രമല്ല ഒരു സുഡാനി ഗേൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഫുഡിന് ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടി സുഡാനി ബ്രെഡ് ഉണ്ടാക്കിയതും പിന്നെ പഴമൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടക്കാൻ വേണ്ടി പോവാണ്. കിടക്കാനൊന്നും പറ്റൂല, ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ, ഇങ്ങനെ നീങ്ങാൻ പോലും പറ്റില്ല. ഒരിക്കലും പറയരുത് ഇന്ത്യയിലെ മാത്രമേ ഇത് കാണിച്ചോളൂ, ചൈനയിലെ കൂറ ട്രെയിൻ കാണിച്ചില്ല എന്ന് പറയരുത്. ഇവിടെ ചൈനയിലെ കൂറ ട്രെയിൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഇവിടെയും തിക്കും തിരക്കും ഒക്കെ ഉള്ള ട്രെയിനാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഇത് നമ്മുടെ സുഡാനി ഫുഡാണ്. ഇതിന്റെ അകത്ത് ചിപ്സ്, അതായത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ട് ഇവരുടെ ഇതാണ്. പിന്നെ ഇത് നമ്മുടെ ഇറച്ചിയാണ്. മുസ്ലിം ബീഫാണ് കേട്ടോ ഇതിന്റെ പേര്. കഴിക്കാതെ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. കുറെ നാൾക്ക് ശേഷം സുഡാനിൽ പോയ ഫീലാണ്. ഇത് സുഡാനിലെ ബ്രെഡാണ്. ആ സുഡാനിക്കാര് എനിക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ഫുഡാണ്. മിക്കവാറും നമ്മുടെ ബ്രെഡൊക്കെ കൊതി വിട്ടിട്ട് മിക്കവാറും എനിക്ക് വാഷ്റൂമിൽ പോയിട്ട് കുത്തിയിരിക്കേണ്ടി വരും. ഒന്നാമത്തെ വാഷ്റൂമിൽ ഫുൾ ആളുകൾ ഓക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ പാവ ഒരു ചേട്ടൻ, ആ ചേട്ടന് ആരുമില്ല കേട്ടോ. ആ ചേട്ടൻ ഒറ്റയ്ക്കാണ്. അപ്പുറത്ത് ഒരു കപ്പിള്, ഇപ്പുറത്ത് ഒരു കപ്പിള്. ആ ചേട്ടൻ എന്താ പറയാ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് പാവം. എന്റെ പേക്കിൽ ഇങ്ങനെ പൊങ്ങി കുറച്ചു പേരൊക്കെ വന്ന് നോക്കുന്നുണ്ട്. ഹലോ, ഞാൻ നോക്കിയപ്പോ കുറച്ചു നേരം മുമ്പ് ഇങ്ങനെ പൊങ്ങി എന്നെ നോക്കി ഇങ്ങനെ നിൽക്കാണ്. നീ ഹാവോ. No, where you from? No. You. 我是我是印度。你要去哪里？你要去哪里？ They are going the same place as us. Oh, me 重庆。你哪里？我是哪里？重庆。Yeah. Huh? They say they are also going. Oh, good. Meili. Okay. Traveling is beautiful. Oh, Meili. Yeah. No, another way he's saying 漂亮. 谢谢. Same meaning as 美丽. പുള്ളിക്കാരൻ പറയാം the way I travel means in local train like this. No. The way we are going by the road to another country. Oh, 谢谢. Thank you. 应该是世界，很多地方嘛，很多地方去旅游，我知道，探险。
പുള്ളിക്കാരൻ എന്തൊക്കെ പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. ഞാനിങ്ങനെ തലയാട്ടുന്നു അത്ര. പുള്ളിക്കാരൻ വന്നിട്ട് നമ്മളെല്ലാരെയും കറക്റ്റ് എടുപ്പിക്കുകയാണ്. എന്തിനാന്തോ കിടക്കാനുള്ള സമയമായോ അതുകൊണ്ടാണോ? 走得过去，我还能走过来吗？来，小野方便面。人参果，没听过。这个南山果 ，I also don't know。 നങ്ഷങ്കോ എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനം തന്നിട്ടുണ്ട്. 南山果。 തക്കാളി പോലെ ഇരിക്കുന്നു കണ്ടിട്ട്. എന്താണെന്ന് അറിയില്ല. ഇവര് നമുക്ക് ഇതൊക്കെ ഓഫർ ചെയ്തായിരുന്നു. നല്ല ആൾക്കാരാണ്. നമ്മളും ഇവർക്ക് കബാബ് എല്ലാം ഇത് ചെയ്തായിരുന്നു. അതുകൊണ്ട് അവർ കുറെ സാധനങ്ങൾ അവരുടെ അടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. നെക്കാസു ആറി നിഞ്ച കറക്റ്റ് നിഞ്ചയെ പോലെ ഉണ്ട്. ചൈനീസ് മംഗോളൈറ്റ് കണ്ണുകളൊക്കെ വെച്ച് നിഞ്ചയെ പോലെ ഉണ്ട് കറക്റ്റ്. ഇവിടെ സിഗരറ്റ് സ്മെല്ലോണ്ടിരിക്കാൻ വയ്യ. സിഗരറ്റ് വലിച്ചുകൂടാ. പക്ഷേ ഈ ടോയ്ലറ്റിന്റെ ഭാഗം ഉണ്ടല്ലോ, അതോ അപ്പുറത്ത് ടോയ്ലറ്റിന്റെ അവിടെയാണ്. അവിടെ ഇരുന്ന് അവർക്ക് വലിക്കാൻ കഴിയും. അപ്പോൾ അവിടെ നിന്ന് വലിക്കുന്ന സ്മെല്ല് ഇവിടം വരെ എത്തുന്നുണ്ട്. അവിടെ നിന്ന് വലിക്കുന്ന സ്മെല്ല് ഇവിടം വരെ എത്തുന്നുണ്ട്. ഭയങ്കര സ്മെല്ലേട്ടാ.江中翻不完，谁无理取闹？你的双手，双手甩开任何的荒凉，然后将火再燃烧。我们背对背拥抱，别用沉默在咆哮，爱情来不及变老，葬送在风波的玩笑。我们背对背拥抱，剑花都将船只慢慢绕，只是想让我知道，只是想让你知道，爱的警告。总说不清楚，该怎么明了？一字一句像卷草，小江中翻不完，谁无理取闹？你的双手甩开刚好的微妙，然后将火再燃烧。我们背对背拥抱，让永生存在咆哮。爱情来不及变老，正在风波的玩笑。我们背对背拥抱，怎么都成全自然而然，只是想让我知道，只是想让你知道，爱的警告。我不要一直到。 ഈ പാട്ട് ഇന്നൊന്നും തീരൂലേ. അടിപൊളി പാട്ട് കേട്ടോ. അടിപൊളിയായിട്ട് പാടുന്നുണ്ട്.背对背拥抱，让用沉默在咆哮。爱情来不及变老，葬送在风波的玩笑。我们背对背拥抱。 我知道，只是想让你知道，这人警告。 അടിപൊളിയാട്ടോ ഇവര്. I haven't listened. You know Taiwanese. അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ പാടുന്നുണ്ട്. Tell them to sing Chinese song. 他们想要你们会可以唱一首中喜酒。你有热茶吗？没有。好的，谢谢。好，谢谢。ഞാൻ തൽക്കാലം ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും കൂടെ ഒരു പാട്ട് പറയാം. ചങ്സോഗ ഗവോ ചങ്സോഗ ഗവോ. ഓക്കെ
唱一首歌，please. Okay, good. എനിക്ക് പാടാനുള്ള പാട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രാക്ടീസ് ഒക്കെ നടക്കുവാണ് എനിക്ക് വേണ്ടി. What is it? Is it especially this fellow is so handsome. I am so handsome. I'm going to take you to see the eye doctors, you know, to check your eyes. Oh, I am Meili. No, Manly, 帅气啊，贴纸，帅气，帅。I am Meili. This Shashi. No, what? This This is Shashi. Meili, right? Meili കണ്ടില്ലേ? എല്ലാ ആൾക്കാരും പറയുകയാണ് ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന്. എനിക്ക് അറിഞ്ഞൂടാ, ഇവർക്ക് ഇങ്ങനത്തെ മോൻ കാണാത്തോണ്ടായിരിക്കും. Meili. All this how much? 这里是14啊，这是14。 Ah. All here roses 10. All three. All roses 10. And here is like altogether is like 14. ഇതിന് 4 യുവാൻ, അതായത് 40-45 രൂപ വരും. ഇതെല്ലാം കൂടെ വരുന്നതെന്ന് പറയുമ്പോൾ 10 യുവാൻ എന്ന് പറയുമ്പോൾ 120. എത്ര? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 20, 30 റോസിന് ആകെ വരുന്നത് 120 കഴിഞ്ഞ ദിവസം നമ്മൾ ഒരേ കടയിൽ പോയിട്ട് ഒരു റോസിന് മാത്രമായിട്ട് നമ്മൾ കൊടുത്തത് എത്രയാണ്? 25 രൂപയാണ് ഒറ്റ റോസിന് മാത്രം. ഇതെല്ലാത്തിനും കൂടെ 120 ഉള്ളൂ. ഇവിടെ ഒരു ഫ്ലവർ മാർക്കറ്റ് ഉണ്ട്, ഭയങ്കര ചീപ്പ്. നമ്മൾ അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ലോഡ് പൂ വാങ്ങിച്ചുകൊണ്ട് ഒരാൾ പോകുന്നുണ്ട്. എൻ്റെ അമ്മ, ഫുള്ള് പൂവാണല്ലോ. ആളുകൾ എല്ലാരും പൂ വാങ്ങിച്ചോണ്ട് പോകുന്നു. കുമ്മിങ്ങിന് വളരെ ചീപ്പാണ് പൂവുകൾ.准备好了水去玩，然后为而来，和你玩去玩，爱开始扩散，我们连接了双眼，天空银河。开始倒数水去玩，删除我的孤单，我们爱继续深刻，爱亮了，爱笑了，爱后会走来。原色的生活，任性的漂泊，疯狂到冒出了头。单方的守候，适当的温柔，还是少了点什么？遥远两端，爱挂在天空飞，风停了也无所谓。只因为你总说 everything will be okay。我准备好了水去玩，我为而来，和你玩去玩，爱开始扩散，我们连接了穿越天空银河。开始倒数水去玩，守住我的孤单，爱我继续深刻，爱亮了，爱笑了，爱我会走来。准备好了水去玩，我为而来，和你玩去玩，爱开始扩散，我们连接了穿越天空银河。开始倒数水去玩，伸出我的孤单，默念我继续深刻，爱亮了，爱笑了，爱后会走来。哇，谢谢。ആക്ച്വലി നല്ലതുപോലെ തളർന്നു. ഞാനിവിടുത്തെ വാഷ്റൂം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇവിടെ ഒരു വാഷ്റൂം. ഇവിടെ ഒരു ചെറിയൊരു ടാപ്പുണ്ട്. ഇവിടെ നമുക്ക് ഇതിനു വേണ്ടി ഇവിടെ ആളുകളൊക്കെ സിഗരറ്റൊക്കെ വലിച്ചിട്ട് ഇവിടെ ഇട്ടൊക്കെയാണ് സിഗരറ്റൊക്കെ വലിച്ചിട്ട്.
എൻ്റെ അമ്മോ എങ്ങനെയൊക്കെ ഇരുന്നും കിടന്നൊക്കെ ഉറങ്ങി. സ്ലീപ്പ് എൻ്റെ അമ്മ എന്ത് രസാ, ഫുള്ള് മലകളും. എൻ്റെ അമ്മ എന്ത് രസം, നല്ല ഫോഗും. കുറേ പേര് ഇവിടെ ഇപ്പോഴും കിടന്നുറങ്ങുവാണ്. അവരൊക്കെ ഉറങ്ങുവാണോ? നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ കിടന്നുറങ്ങുവാണ്. എല്ലാവരും നല്ല രസമുണ്ട്. ആൾക്കാരൊക്കെ കിടന്നുറങ്ങുന്നതാണ്. സീറ്റില്ലാത്ത സീറ്റിൽ ആളുകൾ കിടന്നുറങ്ങുന്നു. നമ്മളിപ്പോൾ പോകുന്നത് എല്ലാം ഏതൊക്കെയോ ഒരു ചെറിയ വഴികളിലൂടെയാണ്. ഇവിടെ ഈ ഒരു വില്ലേജിൻ്റെ അകത്ത് പോലും ഇവിടെ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം കുത്തനെ പൊക്കമുള്ള ബിൽഡിങ്ങുകളാണ്. ഏതോ മലയിടുക്കിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ രാവിലെ എന്തൊക്കെയാ ഒരു മുട്ടയും ഇതൊക്കെ കൊണ്ടു നടക്കണം. ഓക്കെ ശേഷേ കുറേ പേര് ഇതുപോലുള്ള നൂഡിൽസ് വാങ്ങിച്ചിട്ട് അവിടെ ചൂടുവെള്ളം അപ്പുറത്തുണ്ട്, അതിൽ മുക്കിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നൂഡിൽസ് കഴിക്കും. ഇതൊക്കെയാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവർ കഴിക്കുന്നത്. ഞാൻ എപ്പോഴൊക്കെ പുറത്ത് നോക്കുന്നോ അപ്പോൾ എല്ലാം പോകുന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് അടിപൊളി മനോഹരമായിട്ടുള്ള നേച്ചറാണ് പുറത്ത്. റെഡിയായെന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ നല്ലപോലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ കഷ്ടമല്ല ഞാൻ ആലോചിക്കുന്നത്, ഇവിടെ ഉറങ്ങാതിരിക്കുന്ന എത്ര പേരുടെ അവസ്ഥയാണ്. ഇവരെല്ലാവരും ഇങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ കുറേ പേരുണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ അകത്തൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുക. Chinese no. 你是中国？ No, no Chinese, Indo. 哦，老家是印度。Indo. 第二故乡是 China。China 吗？我说的不好，你 China no. 你喜欢中国吗？喜不喜欢？ I don't know. 来玩玩哈，旅游，来旅游，来游玩。Oh, Lushinja. Wow. Huh? Oh, me. Oh, she Lushinja. Okay. അവരെന്തോ ചോദിക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. What she saying? You are handsome. Oh, 谢谢。谢谢。你是哪里人呢？印度。印度的。你会讲中国话？你在中国留学吗？你在中国留学吗？还是来？ Are you studying China? No. 没有。我们去Lushinja。Lushinja。现在在什么地方去旅游？啊？他说 travel. Where you are going? No, Gongqing。重庆嘛。重庆。谢谢。Morning. TikTok. TikTok. Yeah. TikTok, YouTube. 真的。 തിരുവനന്തപുരം വായിക്കുകയാണ്. Read. 现在写手机。 Yes. Say. What is that? 我靠，靠近海耶， Read it. 靠近海。 വായിക്കാൻ മനസ്സിലാവുന്നില്ല. Yeah, my hometown. ട്രിവാൻഡ്രം, തിരുവനന്തപുരം. ഒരു മാപ്പിൽ നോക്കുവാണ് നമ്മുടെ സ്ഥലം. ഇവിടെ എല്ലാവരും രാവിലെ എണീറ്റ് റെഡിയായിരിക്കുകയാണ് എല്ലാവരും. ഗുഡ് മോർണിംഗ്. അവിടെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഒരു ബുള്ളറ്റ് ട്രെയിനാണ് വന്നത്. അതിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. ഈ ബുള്ളറ്റ് ട്രെയിനൊക്കെ 10 മിനിറ്റ് കൊണ്ട് ഇപ്പൊ ചൊങ്ജിങ് എത്തും. നമ്മുടെ ട്രെയിന് കുറച്ച് ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഈ ട്രെയിനിന്റെ പേര് തന്നെ പീസ് എന്നാണ് കേട്ടോ, സമാധാനമാണെന്നാണ് ഈ ട്രെയിനിന്റെ പേര് തന്നെ. കുറെ ആളുകൾ പോയി കയറുന്നുണ്ട്. എനിക്കൊന്ന് ആ ട്രെയിന് പോകാൻ വേണ്ടി നമ്മുടെ ട്രെയിൻ പിടിച്ചിട്ടേക്കുമാണ്. കറക്റ്റ് ഇന്ത്യൻ റെയിൽവേ പോലെ തന്നെയാണ്. വലിയ ട്രെയിനുകൾ പോകാൻ വേണ്ടി ഇതുപോലുള്ള ചെറിയ ട്രെയിനുകൾ അവർ പിടിച്ചിട്ടേക്കുമാണ്. ട്രെയിൻ നമുക്ക് when our train is supposed to be there in Chongqing? 9? ഓ, നമ്മളിപ്പോൾ എത്തേണ്ടതാണ്, പക്ഷെ ഇതുവരെയായിട്ട് എത്തിയില്ല. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ ലേറ്റ് ആവും തോന്നുന്നു നമ്മുടെ ട്രെയിന്.
ഇവിടെ ഒരു റെയിൽവേ ലൈൻ മാത്രമല്ല, താഴെ കൂടെ വേറെ 4-5 റെയിൽവേ ലൈൻ ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു അത് റെയിൽവേ സ്റ്റേഷനാണോ? ചൈനീസ് അടിപൊളി, വേറെ വാക്കുകളൊന്നുമില്ല. ഇവിടെ ചെറിയ വില്ലേജ് വീടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ ചെറിയ വീടുകളും സംഭവങ്ങളൊക്കെയാണ്. ഹിച്ചേക്ക് ചെയ്ത് പോയാൽ ഈ റൂട്ടൊക്കെ അതിമനോഹരമായിരിക്കും. ഇതെല്ലാം ചെറിയ വില്ലേജ് റൂട്ടുകളാണ്. പക്ഷെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം അടിപൊളിയാണ്, വില്ലേജ് ആണെങ്കിൽ പോലും. അങ്ങനെ നമ്മുടെ ചോങ്ജിങ് നമ്മൾ എത്തിയിട്ടുണ്ട്. ചോങ്ജിങ് വെസ്റ്റ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ താണ്ടേ നമ്മുടെ ബ്രോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ബൈ ബൈ ബൈ. നമ്മളെല്ലാവരും ഉറങ്ങാണ്. പുള്ളിക്കാരനും ദിസ് ഈസ് യു. ഓക്കെ. അവര് വാങ്ങിച്ച നേരത്തെ റോസാണ്. നല്ല രസമുണ്ട്. ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് പുറത്ത്, നല്ല രസമുണ്ട്. എല്ലാവരും റെഡിയാവാൻ വേണ്ടി ഇറങ്ങുവാണ്. ഈ ട്രെയിൻ എന്ന് പറയുന്നത് പോകുന്നത് അങ്ങ് റഷ്യയുടെ അടുത്തോട്ടാണ്. നോർത്ത് കൊറിയയുടെ ഉത്തര ഭാഗത്തൊക്കെ ആയിട്ട് വരും. ഉത്തര കൊറിയയുടെ ഉത്തര ഭാഗത്ത് പോകുന്ന ലോങ് ട്രെയിനാണ്. ഇതെനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസത്തെ ട്രെയിൻ ജേണി ഉണ്ട് ഈ കാണുന്നത്.拜拜，谢谢。你要去哪里？我去达州。When they will reach？你们什么时候会到？预计几点会到？下午2点。1点。this afternoon。അവരിന്ന് ഉച്ചയ്ക്ക് എത്തും. ഓക്കെ, ശരി. നമ്മളിനി പുറത്തോട്ട് ഇറങ്ങുവാണ്. യെസ്, അങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 12 മണിക്കൂർ ട്രെയിന്, അതിൽ 1 മണിക്കൂർ ലേറ്റായി. 13 ലേറ്ററായി. 1 മണിക്കൂർ ലേറ്റായി കേട്ടോ. ചൈനയിലെ ട്രെയിനും ലേറ്റ് ആവും, ഇന്ത്യൻ ട്രെയിന് മാത്രമല്ല ലേറ്റ് ആവുന്ന. ഇവിടെ നമ്മളെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടൻ. What is the problem? 谢谢 ബൈ. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. പാവം കുറെ ആൾക്കാര് ഇരുന്നും നിന്നൊക്കെയാണ് പോയത്. ഇവിടെയൊക്കെ ഇരുന്ന കുറെ പേരുണ്ട്. അവരെല്ലാരും ഇവിടെ ഇറങ്ങിയെന്ന് തോന്നുന്നു കണ്ടിട്ട്. യെസ്, ഫൈനലി വെൽക്കം ടു ചോങ്ജിങ് സ്റ്റേഷൻ. നമ്മൾ ട്രെയിനിൽ കുറേ പേരെ പരിചയപ്പെടുത്തു. നല്ല മെമ്മറീസ് ആയിരുന്നു, നല്ല ആളുകളായിരുന്നു എല്ലാവരും നമ്മളെ കണ്ട് ക്യൂരിയോസിറ്റി കൊണ്ട് ഇങ്ങനെയൊക്കെ നോക്കുമായിരുന്നു കേട്ടോ എല്ലാവരും. ഇപ്പം തന്നെ ഒരു ചേട്ടൻ ഫോണൊക്കെ എടുത്ത് നമ്മളെ ചിത്രീകരിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ട്രെയിനിൽ പരിചയപ്പെട്ട 2 പെൺകുട്ടികളാണ്. 你的名字。你叫什么名字？你的名字？啊？胡雨桐。胡雨桐。你叫名字？我叫王雨桐。我叫王雨桐。你名字？啊？张振鹏。有名字？告诉。告诉。You know they have the same name, just different last name. അവർക്ക് സെയിം നെയിം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കെല്ലാം ചൈനയിലെ എല്ലാ പേരും സെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഹലോ, അപ്പോൾ നമ്മൾ ഇവരുടെ കൂടെ ആക്ച്വലി എനിക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഹോസ്റ്റ് ഉണ്ട്. പക്ഷേ പുള്ളിക്കാരൻ വർക്കിന് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ കൂടെ സ്റ്റേ ചെയ്യാനല്ല, ഈ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചൊങ്കിങ്ങിലാണ് താമസിക്കുന്നത്. നമ്മളെ വീട്ടിൽ വിളിച്ചായിരുന്നു, പക്ഷേ നമ്മൾ വീട്ടിൽ പോകുന്നില്ല. ഈ 2 പെൺകുട്ടികൾ ഇവിടെ കറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവനും ഈ പെൺകുട്ടികൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ തന്നെ വേറൊരു റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ അവിടെ പോയി ബാഗ് വെച്ചിട്ട് നമ്മൾ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകാനുള്ള ഒരു പ്ലാനാണ്. ഈ കാണുന്നത് ഈ ട്രെയിനിന്റെ വേറെ ഇരിപ്പിടമാണ്. ഇത് സോഫ്റ്റ് സിറ്റിംഗ് ആണ്. ഇവിടെ നടുക്ക് വലിയൊരു സ്പേസ് ഒക്കെ ഉണ്ട്. നമ്മളെ പോലെ അല്ല, കുറച്ചും കൂടെ ഇത്. പിന്നെ ആ ഒരു ഭാഗത്തോട്ട് നമ്മുടെ സ്ലീപ്പറൊക്കെ ഉണ്ട്. നമ്മൾ സ്ലീപ്പർ കാണിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല. സ്ലീപ്പർ ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നു. ഈ കാണുന്നത് സ്ലീപ്പറാണ്. ഈ കാണുന്നതാണ് നമ്മുടെ സ്ലീപ്പർ കമ്പാർട്ട്മെന്റ്. ഇവിടെയാണ്, അവിടെ മുകളിൽ ബാഗ് വെക്കാനുള്ള ഇടം. ഇവിടെ നമുക്കിത് പക്ഷേ ഇന്ത്യൻ റെയിൽവേ ആണ് കേട്ടോ എനിക്കിഷ്ടം. സത്യത്തിൽ സ്ലീപ്പർ ആണെങ്കിലും ഇന്ത്യൻ റെയിൽവേയിൽ മടക്കി വെക്കാം, ഇരിക്കാം. ഇത് മടക്കാനൊന്നും അങ്ങനെ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല.
അവൻ ഏത് സമയം നോക്കിയാലും പാട്ട് പാടാണല്ലോ. സിങ് കമോൺ. ഷാ 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 ഷാ. സിങ്. 哦，唱歌啊，就是啊。ശങ്കാജാ. ഫുൾ സമയം പുള്ളിക്കാരൻ പാട്ടുപാടിയാണ് നടക്കുന്നത്. അവിടെ ചുവപ്പ് എത്തിയല്ലോ എക്കാക്കി. ഫോർ യു റെഡ് ലൈറ്റ്, ഫോർ ഗ്രീൻ ലൈറ്റ്. നമ്മൾ ഇനി മെട്രോയിൽ കയറിയിട്ട് നമ്മൾ സിറ്റി സെൻറ്റർ ഭാഗത്തോട്ട് പോവുകയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു നമുക്ക് എൻക്വയറി വിഭാഗമൊക്കെ. ഇവിടെ നമുക്ക് പവർ ബാങ്കുകൾ QR സ്കാൻ ചെയ്തിട്ട് നമുക്ക് എടുക്കുന്ന ഒരു സംവിധാനമാണ്. QR സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് എടുത്താൽ നമുക്ക് പവർ ബാങ്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലത്തുള്ള സംഭവങ്ങളിൽ തന്നെ കുത്തി വെക്കാം. അങ്ങനത്തെ സംഭവമാണ്. ഹലോ, എല്ലാവരും തന്നെ നമ്മളെ തന്നെ നോക്കുവാണ്. ഇതാണ് അവൻ്റെ അച്ഛനാണ് കേട്ടോ പുള്ളിക്കാരൻ. ഇതാണ് അച്ഛൻ. Dad is going. No. No, he wants to go with you to home. Goodbye. Come hug. Oh, bye. I love you too. ഡാഡ് പോയി. ഡാഡ് 18 വയസ്സ് തികയാത്ത ആ പയ്യൻ ആ പെൺകുട്ടികളുടെ അടുത്ത് ആക്കിയിട്ട് പോയേട്ടാ. ഡാഡ് പറഞ്ഞ് നീ വേണമെങ്കിൽ ഹോട്ടലിൽ അവരോട് നിന്നിട്ട് കറങ്ങിയിട്ടൊക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഹലോ. ഈ കാണുന്നതാണ് പെൺകുട്ടികൾ. ഇവിടെ നമുക്ക് തന്നെ WeChat വഴി എല്ലാം ചെയ്യാൻ കഴിയും. പക്ഷേ എന്നിരുന്നാലും മാനുവലായിട്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമുക്കിത് നമ്മുടെ ഇതിനെ പറയുന്ന മെട്രോ എടുക്കാൻ വേണ്ടിയുള്ള തിരക്കാണ്. ഇവിടെ ആളുകളുടെ തിരക്ക്. നമുക്ക് WeChatൽ എന്തൊക്കെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളിതാ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ WeChat വെച്ചിട്ടാണ് ഇവർ പേ ചെയ്യുന്നത്. എൻ്റെ WeChatന് എന്തോ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരുന്നുണ്ട്. 8 യുവാനും പാസ്പോർട്ട് കൊണ്ട് അടിച്ചാൽ നമുക്കിവിടെ ടിക്കറ്റ് ഇപ്പം വരും. ടിക്കറ്റ് എല്ലാം ഈസിയാണ് കേട്ടോ. നല്ല ടയേർഡാണ് കേട്ടോ. നല്ലപോലെ ഉറങ്ങാനൊന്നും കഴിയില്ല. മെട്രോ നിർത്തുമോ? യെസ്. നമ്മളിനി മെട്രോയിൽ കയറിയിട്ട് സിറ്റിയിലോട്ട് പോവുകയാണ്. ഇരിക്കാനൊരു സീറ്റ് ഉണ്ടോ നോക്കട്ടെ. തുറക്കോ. അവരിതുകൊണ്ട് അപ്പുറത്ത് ഭാഗത്ത് അവരിരുന്നിട്ടുണ്ട്. ഫുള്ള് തിരക്കാണ്. എനിക്ക് തോന്നുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന കുറേ പേര്. ഇവരൊക്കെ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്ത കപ്പിളാണ് ഈ കാണുന്നത്. അവരെല്ലാം നമ്മുടെ കൂടെ വന്നവരാണ്. അങ്ങനെ എക്കാസുവിന്റെ പുതിയ ബോയ് ഫ്രണ്ടിനെ കണ്ടെത്തിയിരിക്കുകയാണ്. എക്കാസു, ലുക്ക് 17. ഗുഡ് മാച്ചിങ് എക്കാസു. അയ്യോ. ഓക്കെ. You're proposing? Yeah. You got it. New girlfriend, new boyfriend. Yeah, you got one new boyfriend. Nice. ഇവിടെ ഓരോ കുട്ടികൾ കണ്ടില്ലേ, നല്ല ഡ്രസ് കോഡൊക്കെ ഇട്ട് കറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 4 പേരും പൂക്കളുള്ള ഉടുപ്പൊക്കെ ആയിട്ട്. നമ്മളവിടെ നഗരത്തിന്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ 100-150 റോഡുണ്ടല്ലോ. ഇവിടെ കുറേ കെട്ടിട സമുച്ചയങ്ങൾ കാണാൻ പറ്റും. ഇവിടെ കുറേ റോഡുകളുണ്ട്. അവിടെ ഒരു ചെറിയൊരു പുഴയൊക്കെ ഉണ്ട്. ചെറിയല്ല, അത്യാവശ്യം വലിയൊരു പുഴയാണ്. ആ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ നഗരമാണ്. ഈ നഗരത്തിൻ്റെ പേരാണ് ചോങ്ചിങ്. അവരവിടെ പോയി. അവരവിടെ ലിഫ്റ്റിൽ പോയി. എന്നെ ഇട്ടിട്ട് അങ്ങ് പോയി. നമ്മൾ 6ാമത്തെ നിലയിലാണ് നിൽക്കുന്നത്. നമ്മളിനി താഴോട്ട് ഇറങ്ങുവാണ്. ലിഫ്റ്റ് ഭയങ്കര സ്ലോ ആണല്ലോ. ഇതിൽ 1000 കിലോ വെള്ളം, 13 പേര്. പക്ഷെ 13 പേര് നമ്മൾ 1, 2, 3, 5, 6 പേര് നിന്നപ്പം തന്നെ ഓൾമോസ്റ്റ് ഫുള്ളായി. യെസ്. നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷന്റെ പുറത്തെത്തിയിട്ടുണ്ട്. ഇപ്പൊ ചറക്കി വീണ ആ പെൺകുട്ടി. ഇവിടെ മഴയാണ്. ചെറിയ രീതിയിൽ മഴ സംഭവങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. ഇവിടെ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട കുറേ ഫ്ലൈ ഓവർ. വെൽക്കം ടു ചോങ്ചിങ്. അപ്പോൾ മഴയത്ത് ഇനി എന്താവുമെന്ന് അറിയില്ല. നമ്മളെന്തായാലും ഹോട്ടലിൽ പോട്ടെ. ഇവിടെ കണ്ടോ ബിൽഡിങ്ങുകൾ, നല്ല വലിയ ബിൽഡിങ്ങുകളാണ്. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ മെട്രോ ഇറങ്ങിയത്. ഇത് എന്തൊരു മോളാണോ? ഇവിടെ എല്ലാം ഹൈ ടെക്നോളജിയാണ്. നമ്മൾ നടക്കുന്ന മാപ്പ് 1 മിനിറ്റ് ബ്രോ. നമ്മൾ എങ്ങനെ നടക്കണമെന്ന് വരെ ഇതിൽ കാണിച്ചു തരും. കണ്ടോ, ഇതിൽ വണ്ടി പോകുന്നു. ചൈന ഈസ് വേറെ ലെവൽ മച്ചാ. ചൈന. You're like curious and then like be surprised. I am curious. And more for everything. അവര് തന്നെ പറയാണ് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് ഇതെല്ലാം കണ്ടിട്ട്. അവർക്ക് ഇതെല്ലാം നിസ്സാരമാണ്.
നമുക്ക് ക്യാമറ കാണിച്ചു തരും എങ്ങനെയാണ് നമുക്ക് പോകേണ്ടത്, ഇതിലൂടെയാണ് പോകേണ്ടത്, എല്ലാം കാണിച്ചു തരും. അവര് ചിരിക്കുവാണ്. അവര് വിചാരിക്കും ഞാൻ ഏതെങ്കിലും പട്ടിക്കാട്ടിൽ നിന്ന് വന്നേന്ന് വിചാരിക്കും കേട്ടോ. അവർക്കറിഞ്ഞൂടല്ലോ നമ്മുടെ സിറ്റിയിൽ പോലും ഇത്രയും വലിയ നമ്മുടെ ഗൂഗിളാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന മാപ്പ്. പക്ഷേ ഇവിടുത്തെ ബൈദു മാപ്പ്, ഇവിടുത്തെ കുറേ ലോക്കൽ മാപ്പുകളുണ്ട്, അതുപോലും ഗൂഗിളിൻ്റെ 10 ഇരട്ടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഷോ ചെയ്യുന്നത്. അവൻ കറക്റ്റ് മാപ്പ്. ഓ, നമ്മൾ മിസ്സായി. നമ്മൾ കുറച്ച് നേരെ പോകണം. ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ ലോക്കൽ മാപ്പിംഗ് സിസ്റ്റം വരെ പല ആപ്ലിക്കേഷനും നമ്മുടെ ഗൂഗിളിനെ കാട്ടി 10 ഇരട്ടി ഫ്യൂച്ചേഴ്സ് സംഭവങ്ങളെല്ലാം ഉണ്ട്. വേറെ ലെവലാണ് കേട്ടോ. ചൈനയിലെ ഏത് ആപ്ലിക്കേഷൻ ആയാലും എന്ത് സംഭവമായാലും ടെക്നോളജിയിലൊന്നും ഇവരെയൊന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. പിന്നെ ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടില്ല ഇങ്ങനെ കുത്തനെ നിൽക്കുന്നത്. ഇവരിതാ നോക്കിയിട്ട് ഇവർ വിചാരിക്കും എന്നെ പുച്ഛിക്കാണ് കേട്ടോ, ഞാൻ പട്ടിക്കാട്ടിൽ നിന്ന് വന്നേണെന്ന്. നമ്മൾ ഹോട്ടലിൽ തപ്പി നടക്കുവാണ്. ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഹോട്ടൽ. ഈ കാണുന്ന റീസൈക്കിൾ ബിന്ന്, വേസ്റ്റ്, പിന്നെ വാഷ് ബേസിനും സംഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെ വേസ്റ്റ് ഇടുന്നതാണ്. ഇവിടെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റും ഫ്ലവർ ഷോപ്പുകളും. നമ്മൾ എവിടെയാണ് എത്തിയത്? ഇവിടെ ഫുൾ ഇങ്ങനത്തെ ബിൽഡിങ്ങുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട പെൺകുട്ടികൾ ഇതാണ്ട് അവര് എന്നെ ഹോട്ടലിൽ വിളിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മൾ ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആരും ഇല്ലല്ലോ, ഇവിടെ എല്ലാം ഓട്ടോമാറ്റിക് ആണെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ കാർഡെന്തോ കൊടുത്തിട്ട് ഇങ്ങനെ കയറി പോകണം. എല്ലാം ഓട്ടോമാറ്റിക് ആണോ ഇവിടെ എല്ലാം? ഫാൻസി ഹോട്ടൽ. ഈ ഒരു ഹോട്ടലിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പല ഇവിടെ ഹോട്ടലിൽ, ചില ഹോട്ടലിലൊന്നും ഫോറിനേഴ്സിനെയൊന്നും അലൗഡ് ചെയ്യില്ല. നമ്മൾ നോക്കട്ടെ, നമുക്ക് ബാഗ് വയ്ക്കാൻ കഴിയുന്നു. ബാഗ് എന്തായാലും വയ്ക്കാൻ കഴിയണം. ഫാൻസി ഹോട്ടൽ കൊള്ളാം. നമ്മളിവിടെ ഹോട്ടലിൽ നിൽക്കുകയാണെങ്കിലും 18 വയസ്സിൽ താഴെ ഉള്ളവരാ ഇവർ വീട്ടിൽ വിളിച്ച് പാരൻസിൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങളുടെ കുട്ടികൾ ഈ ഹോട്ടലിൽ നിൽക്കാൻ പോണ്, നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ എന്ന് ഇവർ ചോദിക്കും. ഈ ഹോട്ടലുകാർ, അതാണ് ഇവിടുത്തെ നിയമം. അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടോർക്കും 17 വയസ്സേ ഉള്ളൂ, ഇവന് 18 വയസ്സും 19. നമ്മൾ റൂം തേടി വന്നതാണ്. 814A വെൽക്കം. ഇതെവിടെയാ പോകുന്നേ? യെസ്, വല്ലാ ഹബീബി. ഇതാണ് കേട്ടോ പുള്ളിക്കാരൻ എടുത്ത റൂം. ഇതിനെന്ന് പറയുമ്പോൾ 10,000. ഓ, ചെറിയ മുറിയാണ്. 100 യുവാൻ, അതായത് നമ്മുടെ നാട്ടിലെ ഒരു 1100 1200ൻ്റെ അകത്താണ്. ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി, പിന്നെ ഈ കാണുന്ന റൂം, ഇവിടെ ഒരു കൗച്ച്, ഇവിടെ ഒരു റെഫ്രിജറേറ്റർ, ഇവിടെ ഒരു വാഷ്റൂം എല്ലാം ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കിച്ചൺ ടൈപ്പ്, വാഷിംഗ് മെഷീൻ വരെ ഉണ്ട്. ഇവിടെ ചൈനയിൽ അക്കോമഡേഷൻ ഭയങ്കര ചീപ്പാണ്. 1000 രൂപയ്ക്ക് ഇതാണ്ട് നല്ല റൂമാണ്, 1200. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി അടുത്ത കാഴ്ചകളെന്ന് പറയുമ്പോൾ നമുക്ക് ചൊങ്നിങ് നഗരത്തിൻ്റെ കാഴ്ചകളാണ്. ചൊങ്നിങ് എന്ന് പറയുന്നത് വളരെ അതിമനോഹരമായിട്ടുള്ളൊരു വലിയൊരു നഗരമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്കൈസ്ക്രാപ്പേഴ്സൊക്കെ നിറഞ്ഞൊരു വലിയൊരു നഗരം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത്. എല്ലാവർക്കും